മലയാളം ടെലിവിഷൻ പ്രേമികളുടെ ഇഷ്ട സീരിയലാണ് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്തു വരുന്ന പത്തരമാറ്റം എന്ന് പറയുന്ന സീരിയൽ. ഇപ്പോൾ ഈ സീരിയലിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡ് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് ഈ എപ്പിസോഡ് റിവ്യൂ ആണ്. ഇന്നലെ സീരിയൽ അവസാനിക്കുമ്പോൾ നമ്മൾ കണ്ടാണ് കനകദുർഗയും ഗൗതനും വീട് വിറ്റ് പോകുന്ന വിഷമത്തിൽ നിൽക്കുകയായിരുന്നു. ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ അവർ പൊട്ടിക്കരയായിരുന്നു. എല്ലാവരും വീട് നഷ്ടപ്പെട്ടതിന്റെ വേദനയിലാണ്. ഗൗതും അതോടൊപ്പം കനകദുർഗയും അതോടൊപ്പം നന്ദും എല്ലാം തന്നെ. പിന്നീട് കാണുന്നത് നയനെ ആദർശിൽ കമ്പനിയിൽ നിന്ന് വളരെ സന്തോഷത്തോട്ട് വരികയാണ്. അപ്പോഴാണ് അനി മുകളിൽ നിന്ന് പലതും ആലോചിച്ച് നിൽക്കുന്നതാണ്. എന്നിട്ട് അനി ആദർശിനെ നയനെയും കാണുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഏട്ടത്തിയോട് തനിച്ചായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞ് നയനെ മാറ്റി നിർത്തിക്കൊണ്ട് പോകരുത്. പിന്നീട് നയനയോട് പറയുന്നത്, ഇന്നലെ ഞാൻ നന്ദുവിനെ കണ്ടപ്പോൾ എന്തൊക്കെയോ വിഷമമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടെന്ന്. എനിക്ക് തോന്നുന്നു പലിശക്കാരൻ വീണ്ടും ഏട്ടത്തിയുടെ വീട്ടിൽ വന്നിട്ടുണ്ടായത്. എത്രയും പെട്ടെന്ന് 1 ലക്ഷം രൂപ പലിശയെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഏട്ടത്തിയുടെ അച്ഛനും അമ്മയ്ക്കും ആ വീട് വിട്ട് ഇറങ്ങേണ്ടി വരുമെന്നും പറയാണ്. അത് കേൾക്കുമ്പോൾ നയനയ്ക്ക് വല്ലാണ്ട് വിഷമമാവുകയാണ്. 1 ലക്ഷം രൂപ ഞാൻ മറിച്ച് തരണമെന്ന് അനി നയനയോട് ചോദിക്കുന്നുണ്ട്. അപ്പം നയന പറയുന്നുണ്ട്, വേണ്ട, ഞാൻ എന്തെങ്കിലും വഴി കണ്ടെത്തിക്കോളാം എന്ന് പറയാനോ. അതിനുശേഷം നയനയ്ക്ക് വല്ലാണ്ട് വിഷമമായിട്ട് നയന പൊട്ടിക്കരയത്. ഈ നയനയുടെ കരച്ചിൽ കണ്ടോടെ നമ്മുടെ ആദർശ് വരുന്നുണ്ട്. ആദർശ് വന്നിട്ട് ചോദിക്കേണ്ട, എന്ത് പറ്റി നയന്, നീ എന്തിനാ ഇങ്ങനെ കരയുന്നത് ചോദിക്കുമ്പോൾ ഒന്നും വരുന്ന പറഞ്ഞ് ഒഴിഞ്ഞു മാറി പോകരുത്, നിനക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ എന്നോട് പറയണമെന്ന് പറഞ്ഞ് ആദർശ് പറയുന്നു. ഒന്നും പറയാതെ നയന പോയപ്പോൾ അനി വരികയായിരുന്നു. അനിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടി ആദർശ് ശ്രമിക്കുന്നുണ്ട്. അന്നേരം അനി ഇങ്ങനെ മനസ്സിൽ പറയും, ഇപ്പൊ ഏട്ടനോട് പറയണോ അല്ലെങ്കിൽ ഞാൻ ഏട്ടത്തിയോട് പറഞ്ഞല്ലേ, ഏട്ടത്തിയല്ലേ ശരിക്കും ആദർശേട്ടനോട് പറയണ്ട, അതുകൊണ്ട് ഞാൻ പറയുന്നുണ്ടെന്ന് പറയണം. അന്നേരം അനി പറയുന്നുണ്ട്, ഞാൻ എന്ത് പറയാനാ. അപ്പം പറയുന്നുണ്ട്, അവളോട് ഞാൻ ചോദിച്ചിട്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല, നിനക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ നീയെങ്കിലും പറയുമ്പോൾ നിങ്ങൾ ഭാര്യ ഭർത്താക്കാൻ പറ്റില്ല, അപ്പൊ ഭാര്യയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുക എന്താ പ്രശ്നം എന്ന് പറയണേ. അങ്ങനെ അനി ആദർശിന്റെ അടുത്തൊന്ന് പോവുകയാണ്. ഈ ഒരു സമയത്ത് കാണുന്ന നയന ഡിസൈനൊക്കെ വരച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോഴാണ് ആദർശ് വീണ്ടും അങ്ങോട്ട് വരികയാണ്. നിനക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് പറയണം, ഇനി പണത്തിന് എന്തെങ്കിലും ആവശ്യങ്ങളാണെങ്കിൽ അത് ഷെൽഫിലുണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, പണം ആവശ്യത്തിനുള്ളതാണ്, അതെടുത്ത് ഉപകരിക്കാനുള്ളതെന്ന് പറയണേ. അപ്പം നയന പറയുന്നതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ ഈ വീട്ടിലെ വെറും വിരുന്നുകാരിയാണല്ലോ എന്ന് പറയുകയാണ് നയന. നീ ഇങ്ങനെ പറയരുതെന്ന് ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, അമ്മയെ കേൾപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്, അമ്മ എൻ്റെ ഹൃദയത്തിനാണുള്ളത്, അതുകൊണ്ട് അമ്മയെ വിഷമത്തിലാക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്യത്തില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നയന ഇരിക്കുന്നത്, അമ്മ ഹൃദയത്തിനാണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു കോണിലെങ്കിലും ഉണ്ടാകുമെന്ന് ചോദിക്കുകയായിരുന്നു നയന. ഈ ഒരു സമയത്ത് ദേഷ്യം പിടിച്ച് നമ്മുടെ ആദർശ് പോകണം. പിറ്റേ ദിവസം തന്നെ രാവിലെ അനന്തപുരി തറവാട്ട് എല്ലാവർക്കും, അതായത് നമ്മുടെ ആദർശിനും അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശിയൊക്കെ ചായയും കോഫിയൊക്കെ എടുത്തിട്ട് വരികയാണ് നയന. എന്നാൽ രണ്ടുപേരുടെയും കോഫിയും ചായയും തമ്മിൽ മാറ്റി കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ മുത്തശ്ശി ചോദിക്കുന്നത്, എന്ത് പറ്റി മോൾക്കുന്നു, രാവിലെ തൊട്ട് മുഖം വാടിയിരിക്കുകയാണല്ലോ. മുത്തശ്ശി അടക്കം ചോദിച്ചിട്ടും നയന ഒന്നും പറയുന്നില്ല. അപ്പോഴാണ് ആദർശ് വരുന്നത്. ഭാര്യയുടെ വിഷമങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യുന്നവരാണ് യഥാർത്ഥ ഭർത്താവ് എന്ന് പറയണ ഇളയമ്മ. അപ്പൊ ആദർശിന്റെ അച്ഛനും പറയുന്നുണ്ട്, നീ അവൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അവളോട് ചോദിച്ച് മനസ്സിലാക്കണം എന്ന് പറയണം. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, ഞാൻ അവളോട് കുറെ തവണ ചോദിച്ചു, പക്ഷെ അവളൊന്നും തുറന്നു പറയുന്നില്ലെന്ന് പറയണം. എന്നാലും അപ്പം ഇതെല്ലാം കണ്ടോട്ട് നമ്മുടെ ആദർശ് കിച്ചണിലോട്ട് ഇരുന്ന. കിച്ചണിലും എന്തോ ആലോചിച്ച് നിൽക്കുന്നത് എന്നെ കാണുമ്പോൾ ചോദിക്കുകയാണ്, നീ എന്ത് പറ്റി, നീ ഇന്ന് ചായയും കോഫിയൊക്കെ എല്ലാവർക്കും മാറി കൊടുത്തോന്ന് ചോദിക്കുമ്പോൾ എല്ലാ ദിവസവും ഒരുപോലെ ആകില്ലല്ലോ ആദർശേട്ടാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി പോയിരുന്നു നയന. പിന്നീട് കാണുന്ന നയനയുടെ വീടാണ് കേട്ടോ. വീട് നഷ്ടപ്പെട്ടതിന്റെ വിഷമത്തിലാണ് അവർ. ഈ വീട് വിട്ട് കടമെല്ലാം വീട്ടിയ ശേഷം നമുക്കൊരു വാടക വീട്ടിലോട്ട് മാറാന്ന് പറയുന്നത് ഗൗത. അപ്പം നമ്മുടെ കനകദുർഗ പറയുന്നുണ്ട്, നമ്മുടെ മക്കളെല്ലാം വളർന്നു വന്ന വീടല്ലേ, ഈ വീട് എങ്ങനെ വിൽക്കും ഗൗതേട്ടാന്ന് ചോദിക്കുമ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കനക എന്ന് പറയുകയാണ്. കാരണം ഇപ്പൊ തന്നെ നമുക്ക് ഒരുപാട് കടങ്ങളുണ്ട്. ഈ വീട് വിറ്റ് കഴിഞ്ഞാൽ കടങ്ങളൊക്കെ തീർക്കാനും കുറച്ച് പണം നമുക്ക് കിട്ടും. ആ കിട്ടുന്ന പൈസ നമുക്ക് നയനയ്ക്കും നവ്യയ്ക്കും കൊടുക്കാം. അതുമാത്രമല്ല നവ്യയ്ക്ക് ഇനി ഒരു കുഞ്ഞുണ്ടാകാൻ കൂടി പോവുകയാണ്. അങ്ങനെ പറഞ്ഞ് ഇല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ വീട് വിൽക്കുന്നവർക്ക് പൊട്ടിക്കരികയായിരുന്നു നമ്മുടെ കനകദുർഗ. പിന്നീട് കാണുന്ന ആദർശിനും നയനനുമാണ്. രാത്രി ഡിസൈനൊക്കെ വരച്ച് നിൽക്കുന്ന നയനയുടെ അടുത്തേക്ക് ആദർശ് ചെല്ലുകയാണ്. നല്ല ഡിസൈനാണ് വരച്ചതെന്ന്. എന്തൊക്കെയാലും കഴിഞ്ഞ ഉടൻ നമുക്ക് ആ ഓർഡർ കിട്ടിയത് എനിക്ക് വല്ലാണ്ട് സന്തോഷമായിരുന്നു. അതുകൊണ്ട് അതിന്റെ പ്രത്യുപകാരമായിട്ട് അല്ലെങ്കിൽ ശമ്പളമായിട്ട് നിനക്ക് 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞ് കൊടുക്കുകയായിരുന്നു ആദർശ്. എന്നാൽ അത് വാങ്ങിക്കാൻ മടിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ നമ്മുടെ നയന. എങ്കിലും അപ്പോൾ നയന പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ക്യാഷൊന്നും വേണ്ട, ഞാൻ ക്യാഷിന് വേണ്ടി അല്ലെന്ന് പറയുന്നുണ്ട് ആദർശ്. ഞാൻ അച്ഛനാണേലും അമ്മയ്ക്കാണേലും ചെയ്യുന്ന ജോലിക്ക് ക്യാഷ് കൊടുക്കും, അത് ഭാര്യയ്ക്കാണേലും ശരി. ഇനി അമ്മയാണ് ഈ ഡിസൈൻ വരച്ചെങ്കിൽ അമ്മയ്ക്കാണെങ്കിലും ഞാനിത് കൊടുക്കുമെന്ന് പറയുമ്പോഴും വാങ്ങിക്കാൻ മടിച്ച് എടുക്കുകയായിരുന്നു അതിന്. അപ്പം ആദർശ് പറയുന്നുണ്ട്, നീ ഇപ്പോൾ ഈ പൈസ വാങ്ങിച്ചില്ലെങ്കിൽ നീ ഇനി എനിക്ക് ഡിസൈനൊന്നും വരച്ച് തരണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ നയനനെ ആണെങ്കിൽ സമ്മർദ്ദത്തിലാക്കിയായിരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഈ പൈസ നീ ആ വരച്ച ഡിസൈനും കൊണ്ട് എനിക്ക് കോടികളുടെ ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് നിനക്ക് ഈ 1 ലക്ഷം രൂപ എന്നാൽ പോലും
പോലും അതെനിക്ക് വലിയ നഷ്ടമായിട്ടൊന്നും തോന്നുന്നില്ല. അത് തന്നെ കുറവാണ്. ഈ പൗത്രയ്ക്ക് പോലും ഇതിൽ കൂടുതൽ സാലറിയാണ് ഞാൻ കൊടുക്കുന്നത്, അത് തന്നെ അധികമാണ്. അതുകൊണ്ട് നീ ഇപ്പോൾ ഈ 1 ലക്ഷം രൂപ വാങ്ങിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് നമ്മുടെ നയനയുടെ ഒരു പൈസ കൊടുക്കുകയായിരുന്നു. അത് കിട്ടിയപ്പോൾ നയനയ്ക്ക് വല്ലാണ്ട് ഒരു സന്തോഷമായിരുന്നു. അതിനുശേഷം നാളത്തെ പ്രമോയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ കനകദുർഗനെ പലിശക്കാരൻ്റെ വീട് പോയിട്ട് അവിടെ ചെന്നിട്ടാണെങ്കിൽ പലിശക്കാരൻ്റെ ഭാര്യയുടെ അടുത്ത് കാര്യം വീണ്ടും മാപ്പ് പറഞ്ഞിരുന്നു. അതായത് കുറച്ച് ദിവസം അവധി ചോദിക്കുമ്പോൾ അവരാണെങ്കിൽ ആട്ടി ഓടിക്കുകയായിരുന്നു നമ്മുടെ കനകനെ. ഈ സമയം നന്ദു ആണെങ്കിൽ അവരോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അമ്മ എന്തിനാ ഇവരുടെ കാലിലൊക്കെ പിടിക്കുന്നത്, ഇവർക്കുള്ളത് എന്നാണേലും ഇനിയിപ്പോൾ പലിശക്കാർക്ക് അധികം നാളൊന്നും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയത്തില്ലെന്നും പറഞ്ഞ് നന്ദു പോവുകയായിരുന്നു. ഈ ഒരു സമയത്ത് നമ്മുടെ നയനയാണെങ്കിൽ കിട്ടിയ പൈസയൊക്കെ ആയിട്ട് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കാൻ വേണ്ടി അനന്തപുരി തറവാട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകട്ടോ. അപ്പോൾ എന്തോ ഒരു വിഷമഘട്ടം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നവ്യ ആരെയും പ്രതീക്ഷിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നവ്യയുടെ പുറകെ തന്നെ ജലജയ വരുന്നുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തായിരിക്കും ഇന്നത്തെ കിട്ടുന്ന എപ്പിസോഡെന്ന്. അപ്പം പത്തനംതിട്ട എന്ന് പറയുന്ന സീനിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പിസോഡിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ സീരിയൽ അപ്ഡേറ്റുകൾ ആകുന്നതിൽ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.